ഫ്രണ്ട്സ് പപ്പയാണ്. അപ്പം നമ്മളത് കായലിലേക്ക് പോകുക കേട്ടോ. കായലിലേക്ക് പോകുക നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തേക്കൊക്കെ ആയിരുന്നു. തോട്ടപ്പള്ളി പിന്നെ തകഴി റൂട്ടൊക്കെ ആയിരുന്നു, കൊടകാർ റൂട്ടൊക്കെ. ഇത് നമ്മളെ നനയ്ക്കാൻ വേണ്ടി വരുവാണ്. നമ്മളെ നനയ്ക്കാൻ വേണ്ടി വരുവാണ്. നമ്മുടെ സഹോദരൻ ശ്രീകുമാറായില്ലേ ആ വരുന്നത് കേട്ടോ. ശ്രീമാൻ്റെയൊക്കെ വെള്ളമില്ല ആ വരുന്നത്. നമ്മൾ വേമ്പനാട്ട് കായലിലേക്ക് ഇറങ്ങി കേട്ടോ. പടിഞ്ഞാറ് സൈഡിലെ ഹൗസ് ബോട്ടും ഒന്ന് രണ്ട് കെട്ടിടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. മഞ്ഞുണ്ട്, അതാ കാണാൻ പറ്റാത്തത്. നല്ല വെയിലടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആൾക്കാരെ. ചൂണ്ടയിടും. അത് കാവാലൻ റൂട്ട്, അത് ആലപ്പുഴ, ഇത് കോട്ടയം പോകുന്ന റൂട്ടാട്ടോ. കോട്ടയം കുമരകം പോകുന്ന റൂട്ടായിരുന്നു. നീർക്കാക്ക പോണല്ല ഇത്. ഒരു നീർക്കാക്ക ഉണ്ടല്ലോ, ഒരു ദിവസം ഒരു 3 കിലോ മേളി ഭക്ഷണം കഴിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. മീൻ പിടിക്കുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മളെക്കാട്ടും വലിയ മീൻപിടുത്തക്കാരായിരുന്നു ഇവര്. ഓ അപ്പൻ്റെ ശങ്കറിൻ്റെ ചെവി തിരുമ്പുന്നു ശങ്കർ. നമ്മളിവിടെ വല വെച്ചതായിരുന്നു കേട്ടോ. ഇവിടെ നമ്മളൊരു ദിവസം വല വെച്ചതായിരുന്നു. ഇത് പഴയ 14,000 കായല കേട്ടോ. ഇത് നമ്മൾ പറയുമ്പോൾ ഇത് 24,000-ൻ്റെ തരിച്ചെന്നാണ് പറയുന്നത്. പക്ഷേ ഈ കായൽ രാമരാജപുരം എന്ന് അറിയപ്പെടുന്നത്. രാമരാജപുരം. നമ്മളെ ഈ കവറിനാണ് വെക്കുന്നതല്ലോ. ഈ പോള നമ്മളിപ്പം ഇട്ട് വല വെക്കാനായിട്ട് നമ്മളിങ്ങോട്ട് പിടിച്ചില്ലേ. അപ്പം നിൽക്കുന്നതിൻ്റെ തൊട്ടിപ്പുറം വലപ്പുറത്തൊരു കരിമീൻ നിൽക്കുന്നത് ചാടി വീണാണ്. കരിമീനല്ല, കരിമീൻ പള്ളത്തി ചെറിയ കമ്പ് ചാടി ആ വല വീണ്. ഇപ്പം ഇത് അടിച്ചവരാണ് കേട്ടോ. അടിച്ചവരെന്ന് പറഞ്ഞാൽ ഈ കടകൽ ചീഞ്ഞ് താഴത്ത് കിടക്കുക. വെള്ളത്തിന് മേലിലുള്ള കണക്കല്ല, താഴത്തും ഉണ്ട് അടിച്ചവര. വലയിറക്കിയാ കേട്ടപ്പം നമ്മളെ ഇപ്പം ഈ പോർഷൻ പണിത് കഴിഞ്ഞ് കേട്ടോ. അത് കണ്ട ഈ കുറ്റിയിലൊക്കെ ആയിരുന്നു ആ കടകൽ കിടന്നു. ആ കടകലിപ്പം നമ്മൾ വെട്ടി ഒന്ന് മാറ്റി കേട്ടോ. ഇനിയിപ്പോൾ അത്രയും പോർഷനാണ്. അപ്പം നമുക്ക് ചെറിയ പനിയുടെ ലക്ഷണമല്ല. ഇന്നലെ തൊട്ട് ജലദോഷം പനി എല്ലാം ഉണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ ഉണങ്ങിയത്. ഇനിയിപ്പം കുറച്ച് പോർഷനേ ഉള്ളു. അപ്പോൾ അതിനു വേണ്ടി അങ്ങോട്ട് അപ്പനും ശങ്കരം അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് ഒന്നുമൊറ്റ, ഒരുപാടല്ല, ഒന്നുമൊറ്റ മഞ്ഞക്കൂരി നമ്മുടെ മേത്ത് മുട്ടുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ ആ ചവറിന് അടിച്ചവറുണ്ട്. അതൊക്കെ ഒന്ന് വാരി ഒന്ന് നോക്കാം. മഞ്ഞക്കൂരി ഒന്നുമൊറ്റ മുട്ടുന്നുണ്ടായിരുന്നു. നമ്മളില്ല ആ ചവറൊക്കെ മറിച്ചാൽ വിട്ടു. ആ ചവറ് കാണാൻ പറ്റുമല്ലോ. ഇല്ല ആ ചവറൊക്കെ നമ്മൾ മറിച്ചാൽ വിട്ടു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നുമൊറ്റ ചെറിയ മഞ്ഞക്കൂരി, ചെറിയ ടൈപ്പ് മഞ്ഞക്കൂരി അതിൻ്റെ മേളിൽ ഇരിപ്പുണ്ടായി. ചിലപ്പോൾ മഞ്ഞക്കൂരി കാണും. ഇവിടെയൊക്കെ വെച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം ഞങ്ങളില്ല അങ്ങ് ആ ടവർ കാണുന്നതിൻ്റെ അവിടെ ഒരു കടകലിനെ വെച്ചിട്ട് നമുക്ക് 100-500 കിലോ മഞ്ഞക്കൂരി കിട്ടിയതാണ് ഒരു ദിവസം. നമുക്ക് അന്നത്തെ ദിവസം മഞ്ഞക്കൂരി എടുത്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസം ആ മഞ്ഞക്കൂരി നമ്മൾ വള്ളത്തെ കയറ്റിയത്. കാരണം അപ്പം രാത്രിയായാൽ മഞ്ഞക്കൂരിയൊക്കെ ഉള്ള കൂടുതലായിട്ടുള്ള സമയമാണെങ്കിൽ നമുക്ക് ഒരുമാതിരി സന്ധ്യയായാൽ നമ്മൾ വല എടുക്കത്തില്ല. നമ്മൾ വല അവിടെ ഇട്ടേക്കും, പിറ്റേ ദിവസം എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കും. കാരണം മഞ്ഞക്കൂരി ആയതുകൊണ്ട് രാത്രി നമ്മൾ വള്ളത്തിലേക്ക് മറിച്ച് അറിയാതെ എങ്ങാനും കാലയില കയ്യില കൊണ്ടു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട്
ഈ മഞ്ഞക്കൂരിയൊക്കെ കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ കഴിവതും രാത്രി കാലങ്ങളിലൊക്കെ ആണെങ്കിൽ എടുക്കാതിരിക്കാൻ നോക്കുക. നല്ല വെട്ടമുള്ള സമയത്തൊക്കെ എടുക്കുക. നമുക്ക് ഒരു അപകടം ഒഴിവാക്കാൻ വേണ്ടിയായിട്ട്. അപ്പം നേരെ ഞങ്ങൾ പരിപാടി തുടങ്ങി. ഈ ചവറിനകത്ത് ഈ തല ഞാൻ ഇങ്ങോട്ട് പുറകോട്ട് വരും. ആ തല ഇറക്കാൻ ഇങ്ങോട്ട് തള്ളിക്ക്. അളിക്കാതെ ഇതായിട്ട് കൊണ്ടുപോകണം. നീ അളിക്ക് വരാതെ അത് എല്ലാം കൂടി ഉരുട്ടി ഒരു വലിയ പൊങ്ങി വേണം. മഞ്ഞപ്പൂരിയാണ് അടിച്ചു. മഞ്ഞപ്പൂരി വരുന്നുണ്ട്. ഓളെ നല്ല കേട്ടിട്ടേ ഭാര്യ മതി. ഇവിടെ മൊത്തം ഉണ്ടോ? ഞാൻ പിന്നെ അവിടെ മഞ്ഞപ്പൂരി നമ്മുടെ കാല വന്ന് നമ്മുടെ വലയെല്ലാം പൊങ്ങിയിട്ട് വലയെല്ലാം നമ്മൾ അടിച്ച് പൊക്കി. മഞ്ഞക്കുരി കാണുന്നുണ്ട്. അപ്പോൾ കേട്ടോ കറങ്ങും, വെള്ളം കറങ്ങും. ശങ്കര വെള്ളം കറങ്ങൂടാ. മഞ്ഞക്കൂരി ആണല്ലോ. മഞ്ഞക്കൂരി കെട്ടഴിക്കാം. ഇപ്പം പോലെ ഉടക്കി വന്നേ മഞ്ഞക്കൂരി ശങ്കർ ഓർമ്മ ഓടിക്കുന്നു. വലിച്ചാൽ നിന്റെ കയ്യും കീറും. വലിച്ചാ വലയുടെ കല്ല് ആ
ചുവപ്പ് വലയൊന്ന് അടിച്ച് മാറ്റിക്കണം. ഇല്ല ആ ചുവപ്പ് വലയൊന്ന് ഈ ഉടക്കിൻ്റെ ആ ചുവപ്പ് വല അങ്ങോട്ട് ഇടും. ആ മൂല വലിച്ച് അങ്ങോട്ട് മാറ്റി സെൻറ്ററിലേക്ക്. മഞ്ഞക്കോഴി കൂട്ടിപ്പിടിച്ച് വലിച്ചാലേ കിട്ടത്തുള്ളൂ. പറ്റ തുമ്പിന് വെച്ച് പിടിക്കണം കേട്ടോ മാംസത്തിന്. അതെല്ലാം കൂടെ വിട്ടാറാ ഭയങ്കര നോക്കി കൂരി അടിച്ച് തീർച്ചതിൻ്റെ കാലേ വരും. വില കൊടുത്ത് വെച്ചാൽ നമുക്ക് അതൊക്കെ പെറുക്കാം. കഴിവതും അഴിച്ചു കളഞ്ഞു അഴിച്ചില്ലാതെ അവരെ തെറിക്കുന്നത് ചാടും കേട്ടോ. ഒരു ശങ്കപ്പോ ഇപ്പോൾ എടുക്കുന്നതെല്ലാം ചിമ്മിട്ട് നീങ്ങിയാണ്. ഇതെല്ലാം ചെറുപ്പമായിട്ടോ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ വലയുടെ മൂട്ടിലേക്ക് എല്ലായിടത്ത് ശങ്കർപ്പോ അതിൻ്റെ അകത്ത് കൂരി മാത്രം ഇട്ടാൽ പോരെ അപ്പ. അതിൻ്റെ അകത്ത് കൂരി മാത്രം മതി കേട്ടാ. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കുഴഞ്ഞു പോകും. ആ കലം കൂടെ എടുത്ത് നമുക്ക് കഴിവതും ചെറിയ കൂരിനെ അങ്ങ് കളഞ്ഞേക്കണം കേട്ടാ. മഞ്ഞക്കൂരിയാ തെറിക്കല് തേളത് ചിമ്മിട്ടം മഞ്ഞക്കൂരി. വള്ളത്തിയത് ഇതേ നമ്മൾ കരിമീൻ പള്ളത്തി കളയാൻ നേരത്ത് നമ്മളെ സബ്സ്ക്രൈബറാണ് നമ്മൾ ആദ്യകാലം മുതൽ വീഡിയോ കാണുന്ന ആളാണ്. ഒരു ശൈലജ ചേച്ചി പറയുന്ന ഇത് എടുത്താൽ നിങ്ങൾക്ക് കാപ്പ് കുടിക്കാനുള്ള കാശ് കിട്ടത്തില്ല എന്ന് ചോദിക്കുന്നത്. ഇത് കരിമീൻ കുഞ്ഞാണ്. അപ്പം വേറെ ബ്ലോഗർമാരെടുക്കുന്നുണ്ടെന്നും പറഞ്ഞേച്ചും ആ കൂട്ടത്തിൽ നമ്മളെ കൂട്ടരുത്. അല്ല വേറുള്ളവരെടുത്ത് ഇപ്പം കാശ് അവരും മിടുക്കുള്ളവരാണ്, അവർ കാശുണ്ടാക്കുന്നു. ഈ പള്ളത്തിയൊക്കെ കളയുകയാണ്. പള്ളത്തി കളയേണ്ട കാര്യമില്ലെന്നൊക്കെ പറഞ്ഞതുണ്ട്. അപ്പോൾ അവരോടാണ് പറയുന്നത്. അപ്പോൾ ശൈലജ ചേച്ചി മനസ്സിലാക്കുക, ഇത് കരിമീൻ പള്ളത്തിക്കുഞ്ഞാണ്, നമ്മുടെ നാടൻ പള്ളത്തിക്കുഞ്ഞല്ല. കമൻറ്റ് വരുന്നതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. അത് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കും. ഞാനത് ഒന്ന് തിരുത്തിയെന്നേ ഉള്ളത്. ഇനി അതിൻ്റെ അപ്പുറത്ത് വലയുണ്ടോ? അതിൻ്റെ അപ്പുറത്ത് വലയുണ്ടെങ്കിൽ ആ വലയുണ്ട്. ഇപ്പുറത്തെ വരെ തൂങ്ങി, ഇപ്പുറത്തെ വരെ ഒരു മഞ്ഞക്കുരു തൂങ്ങി കിടപ്പുണ്ടേ. നിന്റെ കാലിന്റെ വർക്ക് മഞ്ഞക്കുരു കിടപ്പുണ്ട്. കിടപ്പുണ്ടേ. ഇത് പഴയതാണ്, നങ്കു ഉറക്കം തൂങ്ങിയൊക്കെ കിടക്കുന്നത്. കഴിഞ്ഞില്ല മഞ്ഞക്കൂരി കീറുന്ന ആട് കേട്ടോ. ചീരപ്പൊടി വേണ്ട.
അതിപ്പോൾ എടുത്തിട് ഏതാണ്ട് ഇങ്ങനെയുള്ള ഇതല്ല കലമൊന്നും ഇങ്ങോട്ട് വിട്ടേക്കും. ഇങ്ങനത്തെ ആയിരുന്നെങ്കിൽ അതേ ടൈപ്പാണല്ലോ നീ പറയുന്ന കണക്ക്. അപ്പം മറ്റുള്ള മീനൊന്നും വന്നില്ല കേട്ടോ. 2-3 പാരലും ഒരു കരിമീനൊക്കെ വന്നത്. വെള്ളം വിട്ടേക്കും. കൂള വേറെ മഞ്ഞപ്പൂരി വരുന്നുണ്ടോ? അപ്പം കാണുന്നില്ല. ഇല്ലടാ അതും ചാത്തി പപ്പൻ്റെ ഓരോ ലീലാവിലാത്തത്. അത് ഇവിടെ വന്ന് പൊട്ടിച്ചാൽ ചകര അവിടെ പൊട്ടിച്ചാൽ അപ്പം അതിനെ കൊണ്ടൊരു ഇടി കൂലി വന്നു. കരത്തിനും മീനിന് 402 ആ കെട്ടടിച്ചായിരുന്നു ഞാൻ പറഞ്ഞു. അതഴിച്ചിട്ടില്ല. 3 ഒറ്റടിക്ക് മുറിയത്തില്ലല്ലോ. ഇല്ലില്ല. ആ കലത്തിലോട്ട് അവിടെ വെച്ചല്ലേ മീനുകൾ വരാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് മുറിക്കുക കേട്ടോ. ഓലുണ്ട്. രണ്ടു ഞാൻ കയറ്റിയായിരുന്നു. മഞ്ഞപ്പൂരി ചെറുപ്പം വീക്കഴിഞ്ഞാൽ 3 പൊട്ടിക്കണം. കൊഞ്ചി എന്താ ഈ കാല് അടിച്ചു തീർക്കും മഞ്ഞക്കൂരി. ഞങ്ങൾ മേളിക്കറി ഇട്ടാ മേളി ഉടക്കി കിടക്കുന്നു. എൻ്റെ കൈക്ക് അപ്പം ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. ഈ വല മാത്രം പിടിച്ച് വലിക്കണം. ഒരു കൂലി വല പെട്ടെന്ന് മാറ്റിയില്ലേ വല മൊത്തം കിട്ടും കേട്ടാ. ശങ്കര അത് അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അതിൽ ഈ വല പൊക്കിയത് ഈ വല തിരക്കില്ല. ഒരു നീർക്കോലി പോണല്ലോ. പൊടിയൊക്കെ കളയടാ, ഇല്ലെങ്കിൽ നമ്മള്
വല്ല ചാട്ടക്കാരന്മാരുണ്ടെങ്കിൽ എടുത്തേ ഇക്കാലത്തിലിട്ട് മാറ്റിയേക്കണം കേട്ടോ. അതിൽ കൂരി അടിച്ച് ചേർപ്പിക്കുവേ കേട്ടോ. അതിൽ കൂരി ഇട്ടടി കിട്ടും. കൂളിയൊക്കെ ഒന്ന് ഈ കലം മാറ്റിയാക്കട്ടെ. ഇത്രയുള്ള ആയിരുന്നെങ്കിൽ അല്ലേ കിട്ടുന്നില്ല. വലുത് കുറവാണ് ഇല്ലേ? നീ ആ വലുതിനെ പെറുക്കി നീ മറ്റുള്ള മീനെ നോക്കാതെ ആ കൂരി പെറുക്കരുത്. എനിക്കിടാൻ പറ്റത്തില്ല, അതാ ഞാൻ കൂരി പെറുക്കാൻ. നമ്മള് ചെറിയ ടൈപ്പ് പെറുക്കി കളയുക. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എത്തിയിടാൻ പറ്റത്തില്ല. അങ്ങോട്ട് എത്തിയിട്ടോളൂ കുഴപ്പം പറഞ്ഞാൽ ഈ കലം വേണം ഇച്ചിരി പൊക്കി കയ്യെന്ന് പിടിവിടാൻ നേരത്തെ 3 പേർക്ക് വിടാമല്ലോ. എങ്കിൽ ഈ നടുക്കോട്ട് വരും, ഇവിടോട്ട് വരും. ആ അങ്ങോട്ട് ശങ്കര കാല് ശങ്കര നിന്റെ കാല് നീ കൂരി തന്നെയാ ചവിട്ടുന്നു. ഈ ടൈപ്പ് കൂരിയാണ്. എൻ്റെ കാലയിലൊരു മുള്ളുമുണ്ട്. ഞാൻ ഓർത്ത് നമുക്ക് ഈ കൂലിക്ക് എന്ത് വില വരുമെന്ന് അറിയാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തപ്പോൾ നമുക്ക് 150 രൂപ വെച്ച് തന്നു. ഇതിപ്പോൾ കൊണ്ടുചെല്ലുമ്പോൾ അറിയാം എന്ത് വില തന്നു. ഇത് ഈ കരിമീൻ വെള്ളത്തിൽ എൻ്റെ കാലെ ചാടി വീണ് ഓരോ വീഴ്ച ഞാൻ ഇത് നമുക്ക് ഏകദേശം ഒരു മുറിയും കിടക്കട്ടെ. ഏകദേശം നമുക്ക് ഇനി ഒരു മുറികൾ നമുക്ക് വല പൊക്കാനുള്ളത്. നമ്മുടെ ഈ കിടക്കുന്ന ഒരു മുറി പിന്നെ ഇനിയിപ്പം മഞ്ഞക്കൂരിയെല്ലാം നമുക്ക് ചേർക്കാനുള്ളത്. അതും മഞ്ഞക്കൂരി. മഞ്ഞക്കൂരി ഇപ്പം ഇത്ര കലത്തിൽ പിന്നെ കിടക്കുന്നത് ഇതാ ഒരു പിന്നെ വാളച്ചാത്തിയാണ്. നമുക്കിതൊന്ന് പെറുക്കി ഇട്ടേച്ചും വരാം. പിന്നെ ഈ പെറുക്കാൻ ഒരുപാട് സമയം എടുക്കും. ഈ ചെറുതിനെയൊക്കെ കുറേ പെറുക്കി കളയാൻ വേണം. ചെറുതിനെയൊക്കെ പെറുക്കി കളയുക. എന്നാടാ കട്ടുറുമുണ്ടോ അവിടെ? എനിക്കിട്ട് കുത്തിയിട്ടിയാൽ ഈ കട്ടുറുമ്പ് ഈ പോളവന്നേ ശങ്കർ പോയിക്കിട്ടും കൊടുത്തു. എനിക്ക് നേരത്തെ ഒരെണ്ണം കിട്ടിയതാ. മിനിമം കേട്ടോ ഈ വലിപ്പമെങ്കിലും എന്നാലേ നീ ആ കലത്തിൻ്റെ വങ്കയിൽ നിന്റെ കൈയെടുത്ത് മാറ്റിക്കുമെന്ന്. ഞാൻ 2 പ്രാവശ്യം ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റിയത്. അത് അറിയാതെ കൊണ്ടുപോയി ഇടുമ്പോഴേ ചാടുകൂടാ. അതല്ല ഈ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം.
ചിലപ്പോൾ ഇളക്കേണ്ട അവിടെ അടിച്ച് തീർച്ചയുണ്ട് എനിക്ക് ഇനി ഇത് പെരുക്കാട്ടോ. വെള്ളത്തിൽ ഇപ്പം ഇല്ല കളത്തിൻ്റെ അവിടെ കിടന്നേക്ക് ഒരുമാതിരി നല്ല കുമ്പളല്ലേ. നമ്മുടെ ലാസ്റ്റ് മുറിയാണ് പിടിച്ചോടാം. ഒരു ആമ കിടന്ന് കളിക്കുന്ന കളി തന്നെ. ഈ മുറി എടുത്താ ഈ മുറി എടുത്ത് കൊടുത്തേ കൊടുത്തേ അതിൻ്റെ അകത്ത് മതിയോ മതിയാ മൂലയൊന്ന് നമുക്ക് ബാധ ചെയ്യാൻ പറഞ്ഞു കിടക്കാം. എന്താ വാഹ ഇപ്പം വന്ന വാഹ മുറിക്ക് കുറവാണ്. കലത്തെ അടുക്ക് വീഴുക. കലം വലിച്ച് അങ്ങോട്ട് മാറ്റി വാഹ ചേർന്ന് വലിച്ച് കൂരിനിട്ട് കാത്തുകടാ അതിൻ്റെ കാല് വല അങ്ങോട്ട് ഇടുന്നടാ. കൂരി കെട്ടുക. ഇപ്പുറത്തൊരു കൂരി കെട്ടിയാണ്ട ആ കൂരിയോ ഉള്ളപ്പോ ഇല്ല വീണത് ഞാൻ അപ്പുറത്തോട്ട് ചാടത്തു. വളർത്തും കൊണ്ട് പിടിച്ചത് അടുപ്പിക്കല്ലേ കേട്ടാ. മഞ്ഞക്കൂരി അടിച്ച് കയറിക്കുക. ഇത് വളർത്തും അങ്ങനെ വളയ്ക്കാതെ ഇങ്ങനെ മറക്കും. കാത്തി ഞാൻ വാഹം മയങ്ങിയതാണ്. തെറ്റ് വലിക്കുമ്പം മഞ്ഞക്കൂരുടെ മുള്ളു കൊള്ളല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വലയൊന്ന് വലിച്ച് പുറത്തോട്ട് കളയാം. ശങ്കർ കൈ ഒന്ന് നോക്കി അത് മയങ്ങി കിടക്കുക. അപ്പാ ഈ വലയൊന്നും എടുത്ത് അടിയിലും കുത്തി പയ്യെ കൂടെയാടാ. എൻ്റെ മേത്ത് നിൻ്റെ കാലിലേക്ക് തെറിക്കല്ലേ. ഇതേക്കണക്ക് വല വെക്കുമ്പോഴേ ചില സ്ഥലത്തൊക്കെ ടെൻ കണക്കിനായിരിക്കും മഞ്ഞക്കൂര്. നമ്മുടെ ഈ വള്ളമൊന്നും പോരാതെ നമ്മൾ വലിയ കെട്ടുവെള്ളങ്ങളെ വിളിച്ചാൽ മഞ്ഞക്കൂര് സാധാരണ കൊണ്ടുപോകണം. നമുക്ക് അങ്ങനെ 5-8 ട്രിപ്പ് കിട്ടിയിട്ടുള്ളേ കേട്ടോ. 10 കണക്കിന് 5 ട്രിപ്പല്ല അതിലും മേളി 10 കണക്കിന് മഞ്ഞക്കൂര്. മഞ്ഞക്കൂര് നിൽക്കുമ്പോൾ അതേ കണക്ക് തിങ്ങി നിൽക്കും.
ഇല്ലെങ്കിൽ ഒന്നും കാണത്തില്ല. അതാണ് ഈ മഞ്ഞക്കുള്ള കാര്യം. മഞ്ഞക്കൂരിൽ വന്ന് കൊച്ചു വളർത്തുന്ന ഒരു കിടന്നുണ്ട്. കൂടെ കൊണ്ടോളൂ. ആ മഞ്ഞക്കൂരിനൊന്ന് പെറുക്കി ഒതുക്കിയാക്കി ശങ്കര. ഇനിയിപ്പോൾ ഒരു മാർച്ച് 15 മുതൽ കൊഞ്ച് കാണും കേട്ടോ. അപ്പം കൊഞ്ചിന് വലിയ വലിപ്പമൊന്നും കാണത്തില്ല. ഒരു ഏപ്രിൽ മെയ് സമയത്തൊക്കെ ഒരുമാതിരി നല്ലപോലെ വലുതാകും കൊഞ്ച്. മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റിലൊക്കെ നല്ല വലിപ്പം. അതാണ് സൂപ്പർ മഞ്ഞക്കൂരി. ശങ്കർ കൂടെ കയ്യിലിരിക്കുന്നത് കണ്ണുണ്ട്. കുറുപ്പന്തറയുടെ കാര്യം അപ്പം ഒന്നും പറയുന്നില്ല. തടച്ചിക്കരത്തുള്ളത് ഇവൻ കുറുപ്പന്തറ വന്നിട്ടില്ല അല്ലേ പണിക്ക്? ഇവൻ വന്നിട്ടില്ല. ഇവിടെ നീങ്ങിയിരിക്കപ്പ. നമ്മളവിടെ എവിടെ ചെന്നാലും കടിഞ്ചായയും ചായയുടെ എല്ലാം ബഹളം അല്ലേ? അപ്പം ഇതാണ് പൂളൻ. പൂളം ഈ കാലം നിൽക്കാവോ? ഞാനും കൂടെ അതാണ് ചിരിച്ചത്. അക്ഷരപ്പുടത പുടതാ അല്ലേ? അപ്പം എന്നാപ്പ അക്ഷര പുടതാ. ശങ്കർ തുളി അപ്പാ കലത്തിൻ്റെ അടി വല്ലതും ഉണ്ടോ? അപ്പം അരിമീൻ വെള്ളത്തില്ല ശങ്കർ കൊടുത്തുള്ളത്. കലത്തിൻ്റെ അടി ഉണ്ടോ എന്ന് നോക്കണേ ശങ്കരെ. ഉണ്ടെന്ന് അരിമ ഇവിടെ ഉണ്ടെന്ന് അപ്പം നിന്നോട് പിണക്കുവാ. അപ്പോൾ നമ്മൾ വലയെല്ലാം കുടഞ്ഞെല്ലാം കഴിഞ്ഞ് കേട്ടോ. വല കുടഞ്ഞെല്ലാം കഴിഞ്ഞ് ഞങ്ങളിപ്പം നമ്മളിന്ന് റെജിയാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കലം ഒന്നും പറയുന്നില്ല, ഒരു മുക്കാക്കലം മഞ്ഞക്കൂരി. മഞ്ഞക്കൂരി കണ്ടോ ഇപ്പോഴൊന്നും എല്ലാം ജീവനോടെ കിടക്കുക കേട്ടോ. എല്ലാം വീർപ്പിച്ച് പിന്നെ നമുക്കത് ഇത് ചെറിയ കല കേട്ടോ. വലിയ കലമാണത്. അതാണ് വലിയ കല. ഇത് നമ്മുടെ ചെറിയ കലത്തിൽ അപ്പോൾ എല്ലാം കൂടെ ഒരു 10,000 രൂപയുടെ മീൻ കാണുന്നത്. 10,000 രൂപയുടെ മീൻ കാണും. അപ്പോൾ ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. അപ്പോൾ നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം ഓടിയാലേ, ഇവിടുന്ന് അരമണിക്കൂർ പോരാ ഓടിയാലേ നമ്മൾ റെജിയാണ് എടുക്കാൻ ചെല്ലുമ്പോൾ. എല്ലാവരും ഒന്ന് കഴിവതും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം കേട്ടോ.
നല്ല അടിപൊളി വീഡിയോസും ഒക്കെ അങ്ങോട്ട് ഉണ്ടാകും. അപ്പം വരും മീൻ ഫെബ്രുവരി മാസമൊക്കെ മീൻ വളരെ കുറവാണ് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. അപ്പം ഇന്ന് നമുക്ക് എന്തെങ്കിലും ഇന്ന് നമുക്ക് ആ 2 കിലോ മീനുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ